തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഡൈയെ കാണിച്ചുകൊണ്ടാണ്. ഡൈ ഇപ്പോ തന്റെ മുത്തശ്ശൻ മരിച്ച കാര്യം അറിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ എത്തുന്നവൻ ആദ്യം തന്നെ വീടിന്റെ ഇവിടെ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നു. ആരാണ് അവളെന്ന് അവൻ അറിയില്ല. അവനാകട്ടെ അകത്തേക്ക് ചെല്ലുമ്പോ അവിടെ ഉണ്ടായിരുന്ന അവന്റെ ബന്ധുക്കളൊക്കെ തന്നെ ഡൈയെ കുറച്ച് നാളുകൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴും നീ അതേ കണക്കുണ്ട്, മരണപ്പെട്ട നിന്റെ മുത്തശ്ശന്റെ ഫോട്ടോസ്റ്റാറ്റ് ആണ് നീ എന്നേ പറയൂ, അതേ മുഖഷേപ്പ് ഇപ്പോഴും നിനക്കുണ്ടെന്നെല്ലാം അവനെ പറ്റി കമന്റ് അടിക്കുമ്പോ അവൻ അറിയേണ്ടത് അവിടെയെല്ലാം ഓടിക്കളിച്ച് നടക്കുന്ന ആ പെൺകുട്ടി ആരാണെന്നാണ്. കാരണം ഒരു മരണവീടെന്നൊരു തോന്നലും ഇല്ലാതെയാണ് ആ പെൺകുട്ടിയുടെ നടപ്പെന്ന് കണ്ട് അവനൊരു അസ്വസ്ഥത തോന്നുന്നു. തന്റെ അമ്മയോട് ആ പെൺകുട്ടിയെ പറ്റി ദൈ തിരക്കുന്ന സമയത്താണ് അവൻ ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. അതായത് ഇപ്പൊ മരിച്ച അവന്റെ മുത്തശ്ശന്റെ മകളാണ് ആ ചെറിയ പെൺകുട്ടി. ഏതാണ്ട് 6 വയസ്സേ ആ പെൺകുട്ടിക്കുള്ളൂ. മുത്തശ്ശന് ഒരു അഫെയറിൽ ഉണ്ടായ കുട്ടിയാണത്. ആരാണ് ആ കുട്ടിയുടെ അമ്മയെന്ന് പക്ഷെ മറ്റാർക്കും തന്നെ അറിയില്ല. മുത്തശ്ശൻ മരിച്ചതോടുകൂടി ഇനി അതിപ്പോ ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു വഴിയില്ല. ഇതൊക്കെ കേൾക്കുന്നവന് ആ കുട്ടിയോട് വല്ലാത്തൊരു ഇഷ്ടക്കേട് തോന്നുന്നുണ്ട്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് മുത്തശ്ശൻ ഈ പ്രായത്തിൽ കുട്ടിയോ എന്നല്ല, 6 വയസ്സുകാരിയായ ആ കുട്ടിയോട് വല്ലാത്ത ഇഷ്ടക്കേട് തോന്നുന്നവൻ ഫ്യൂണറൽ നടക്കുന്ന സമയത്തൊക്കെ തന്നെ സ്വന്തം അച്ഛനാണ് ആ മരിച്ചു കിടക്കുന്നത് എന്ന ഒരു ചിന്തയില്ലാതെ ഓടിച്ചാടി നടക്കുന്നത് കണ്ടില്ലേ ഈ പെണ്ണെന്നുള്ള ആ ഒരു ഇഷ്ടക്കേടോടുകൂടി അവൻ ആ കൊച്ചിനെ നോക്കുന്നു. ആ കുട്ടിയുടെ പേര് റിൻ എന്നാണ്. പക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് പോകെ ആകെ മാറി മറയുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾക്കൊക്കെ ശേഷം വന്നുകൂടിയിരിക്കുന്ന എല്ലാവരും പിരിഞ്ഞു പോവുമല്ലോ. അപ്പൊ അതിനു മുന്നേ ചില കാര്യങ്ങൾ തീരുമാനിക്കാനായി ഒത്തുകൂടിയിരിക്കുന്ന അവർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയം ഈ പെൺകുട്ടിയായിരുന്നു. റിന്നിന്റെ കസ്റ്റഡി ഇനി ആര് ഏറ്റെടുക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തുടരുന്നു. ആരാണ് ആ കുട്ടിയുടെ അമ്മ എന്നറിയാത്തത് കൊണ്ട് തിരിച്ചാ കൊച്ചിനെ പറഞ്ഞു വിടാനും ഇവർക്ക് വഴിയില്ല. ആരും ഏറ്റെടുക്കാനും തയ്യാറല്ല. കാരണം ഇങ്ങനൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഈ കൊച്ചിനെ ആർക്കും തന്നെ ഇഷ്ടമില്ല. റിന്നിനെ ഓർഫനേജിലാക്കിയാലോ എന്നൊരു ഡിസ്കഷൻ തകൃതിയിൽ നടക്കുമ്പോ അത്രയും നേരം അതെല്ലാം കേട്ട് മിണ്ടാണ്ടിരുന്ന ഡൈ പെട്ടെന്ന് അതിൽ ഇടപെടുന്നു. വേണ്ട, റിന്നിന്റെ കസ്റ്റഡി ഞാൻ ഏറ്റെടുക്കാമെന്ന് ഡൈ പറയുന്നത് കേട്ട് ബന്ധുക്കളൊക്കെ അമ്പരക്കാണ്. ഇവൻ അവന്റെ അമ്മ പോലും ഇവൻ എന്തിപ്പോ ഇങ്ങനെ പറയുന്നതെന്നുള്ള മട്ടില് ആകെപ്പാടെ ഞെട്ടിപ്പോകുന്നു. അങ്ങനെ ജോലിയും മറ്റുമായി ഇവിടെ നിന്ന് കുറച്ച് മാറി താമസിക്കുന്ന ഡൈ തിരിച്ചു പോകുന്ന സമയം അവൻ കൂടെ റിന്നിനെയും കൂട്ടുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെ ആ കൊച്ചിനെ ഏൽപ്പിക്കാൻ വേറെ ആരും ഇല്ലാതെ സ്വയം നോക്കാനും താല്പര്യമില്ലാതെ ഡൈയുടെ അമ്മയും രണ്ടുപേരെയും യാത്രയാക്കുന്നു. പക്ഷെ തിരിച്ചുള്ള യാത്രക്കിടയിലാണ് തനിക്ക് ആവേശം സ്വല്പം കൂടി പോയോ എന്നൊരു ഡൗട്ട് ഡൈക്ക് വരുന്നത്. കാരണം വിവാഹിതനല്ലാതെ ഒറ്റയ്ക്ക് സിറ്റിയിൽ താമസിക്കുന്ന അവന് എങ്ങനെ ഒരു കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കും എന്നതിനെ പറ്റി യാതൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കൊച്ചിനെ നോക്കാൻ ആരും താല്പര്യപ്പെടാതെ അതിനെ ഇട്ട് തട്ടിക്കളിക്കുന്നത് കണ്ടപ്പോ എന്തോ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നി. അവൻ അപ്പൊ ചാടി കയറി ഏറ്റെടുത്തതാണ്. ഒരു കൊച്ചിനെ ഒറ്റയ്ക്ക് വളർത്തുക എന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് നിന്നെ പോലെയുള്ള ഒരാൾ നന്നായി പാടുമെന്ന് അമ്മ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അത് കേൾക്കാതെ ചെയ്തല്ലോ എന്നൊരു ചെറിയ തോന്നൽ അവന് വരുന്നുണ്ടെങ്കിലും അതിലേറെ അവൻ ശരി ഞാൻ എന്തായാലും ചെയ്തു, ഇനിയിപ്പോ മുന്നോട്ട് തന്നെ പോകാം എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ തങ്ങൾ ഇനി ഒന്നിച്ച് താമസിക്കാൻ പോകുന്ന തന്റെ താമസ സ്ഥലത്തേക്ക് ഡൈ റിന്നുമായി എത്തുന്നു. രാവിലെ തന്നെ ഉണർന്നവൾ വിശക്കുന്നു എന്നും പറഞ്ഞ് ഡൈയെ തട്ടി വിളിക്കുന്നു. അവൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൾ നന്നായി തന്നെ അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. കൂടാതെ അവരുടെ നാട്ടില് ഈ ചോറ് ഉരുട്ടി വെച്ച ഒരു ഫുഡ് ഐറ്റം അവർ തയ്യാറാക്കാറുണ്ട്. അത് കണക്കൊക്കെ അവന് ആ ചോറൊക്കെ ഉരുട്ടി വെച്ച് കൊടുക്കുന്നത് അവൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും കൂടി ഷോപ്പിങ്ങിന് പോവാണ്. ലൈഫിൽ ആദ്യമായിട്ട് സ്ത്രീകളുടെ വസ്ത്രം വാങ്ങുന്ന സ്ഥലത്തേക്ക് അവൻ പോകുന്നു. ഇതിപ്പോ ഡൈക്ക് അങ്ങനെ പെൺകുട്ടികൾക്ക് തുണി വാങ്ങി ഒരു പരിചയമില്ലെങ്കിലും തന്റെ കൂടെയുള്ള റിന്നിന് വേണ്ടി ചില വസ്ത്രങ്ങൾ വാങ്ങാനായുള്ള വരവായിരുന്നു അവന്റേത്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയെ തന്റെ സഹോദരിയും നഴ്സറി സ്കൂളിലെ ടീച്ചറുമായ സുമിയെ ഫോൺ ചെയ്ത് ഡൈ ചില സഹായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും പോട്ടെ, ഇത്തരമൊരു ഉത്തരവാദിത്തം മറ്റുള്ളവർക്ക് ശല്യമാവണ്ടെന്ന് കരുതി ഏറ്റെടുത്തതല്ലേന്ന് ഓർത്ത് അവൾ പറ്റുന്ന പോലെ ഫോണിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്റെ സഹോദരിയോട് ഡായ്ക്ക് ജോലിക്ക് പോകേണ്ട സമയം റിന്നിനെ നിർത്താനായി പ്ലേ സ്കൂളുകളെ പറ്റി ഡായ് അന്വേഷിക്കുന്ന സമയം സഹോദരി 2-3 പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ദൂരെ ആയിട്ടുള്ളത് തന്നെ ഡായ് ചൂസ് ചെയ്യുന്നു. കാരണം അതാവുമ്പോൾ 24 hour കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോലിക്ക് പോയി വരുന്ന സമയം പിക്ക് ചെയ്ത് കൊണ്ടുവരാം എന്ന രീതിയിലാണ്. അല്പം ദൂരം കൂടുതലാണെങ്കിൽ പോലും അവിടുത്തെ ആ ഒരു സൗകര്യം കണക്കാക്കി ഡായ് അവിടെ റിന്നിനെ ചേർക്കുന്നത്. അങ്ങനെ ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ടൈമൊക്കെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് അത്ര വിചാരിച്ച കണക്ക് പ്രാക്ടിക്കൽ അല്ല എന്ന് അത് ചെയ്തു തുടങ്ങുമ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്. കാരണം അറിയാലോ, രാവിലത്തെ സമയം അത് കണക്ക് തന്നെ ജോലി കഴിഞ്ഞ് സ്കൂളൊക്കെ വിട്ട് ആളുകൾ പോകുന്ന ആ ഒരു ടൈമും ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. മെട്രോ വഴി യാത്ര ചെയ്ത് ആ ഒരു റഷിന്റെ ഇടയിൽ കുഞ്ഞിനെയും കൂടി സേഫ് ആയി കൂടെ കൂട്ടി ഡായ് നല്ലവണ്ണം തന്നെ പാടുപെടുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ തന്റെ ലൈഫിലേക്ക് ഒരു കുഞ്ഞും കൂടി വന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഡായ് ഓരോന്നായി അനുഭവിക്കാനായി തുടങ്ങുന്നു. ജോലി സ്ഥലത്ത് കൃത്യസമയത്ത് എത്താറുണ്ടായിരുന്ന ഡായ് ഇപ്പോ ജോലിക്ക് പോലും ലേറ്റ് ആയി ചെല്ലാൻ തുടങ്ങുന്നു. ആക്ച്വലി അത് സഹപ്രവർത്തകരെ ഒക്കെ തന്നെ സർപ്രൈസ് ചെയ്തു. കാരണം അങ്ങനെ ലേറ്റ് ആയി വരുന്ന ഒരാളെ അല്ല ഡായ്. ഈവൻ റിന്നിന്റെ പ്ലേ സ്കൂളിൽ പോലും അവളാണ് ഏറ്റവും ലാസ്റ്റ് ഗാർഡിയൻ എത്തി പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന പെൺകുട്ടി. എല്ലാവരും അവരുടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ പോകുമ്പോൾ റിൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കാറുണ്ട്. അവളെ പിക്ക് ചെയ്യാനായി വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും ഡായ് വരുന്നത് കാണുമ്പോഴാണ് അവൾക്ക് സന്തോഷമാവുന്നത്. അങ്ങനെ അത് തുടരുന്നു. രാവിലെ അവളെ ജോലിക്ക് പോകുന്നതിന് മുന്നേ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കുകയും അതിനുശേഷം ജോലിക്ക് പോയി പിന്നീട് ജോലി കഴിഞ്ഞ് എത്തുന്ന ടീം
അച്ഛനെയും വീണ്ടും കൂട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്ത് സത്യം പറഞ്ഞ രണ്ടുപേരും അങ്ങനെ വളരെ ടയേർഡ് ആയിട്ടാണ് അവരുടെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് തന്നെ മാത്രമല്ല റിന്നിനെയും വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. അവളും വളരെയധികം ഈ കാര്യങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഡായ് ആ ഒരു തീരുമാനം എടുക്കുന്നു. തന്റെ മാനേജറിനോട് തന്നെ ഇപ്പോഴത്തെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായി ഡായ് ആവശ്യപ്പെടുന്നു. അവിടെ ശമ്പളം കുറവാണ്, കാരണം ഇത്രയും നേരം അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വർക്കിംഗ് അവർ കുറവാണ് എന്ന കാര്യം കൊണ്ട് ശമ്പളം കുറവാണെങ്കിലും തനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയി റിന്നിന്റെ കാര്യങ്ങൾ നോക്കാം, അവളെ കുറച്ചുകൂടെ നേരത്തെ ചെന്ന് പിക്ക് ചെയ്യാം എന്ന കാര്യങ്ങൾ കണക്ക് കൂട്ടിയാണ് തനിക്ക് കുറച്ച് നഷ്ടമാണെങ്കിൽ പോലും ആ ഒരു തീരുമാനം ഡായ് എടുക്കുന്നത്. നിനക്കൊരു കൊച്ചിനെ നോക്കാനുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഇവിടുത്തെ റൂൾസ് ഒന്നും തെറ്റിച്ച് ഇപ്പോ ഒരു പെട്ടെന്നുള്ള ട്രാൻസ്ഫർ ഒന്നും ചെയ്തു തരാൻ സാധിക്കില്ല എന്നല്ല മാനേജർ പറയുന്നുണ്ടെങ്കിലും തന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഡായ് അദ്ദേഹത്തെ പിറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. വളരെ നല്ലൊരു എംപ്ലോയി ആയിരുന്നു ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഡായ്. അതുകൊണ്ട് തന്നെ മാനേജർക്ക് അവനെ വിട്ടുകളയാൻ ഒട്ടും താല്പര്യമില്ല. അതേ കണക്ക് തന്നെയായിരുന്നു കൊളീഗ്സിനും. ഡായ് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിപ്പോകുന്നത് അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നു. അങ്ങനെ തന്റെ ഡിപ്പാർട്ട്മെന്റ് മാറിയതോടുകൂടി ഇത്രയും ദൂരെയുള്ള ഡേ കെയറിൽ നിന്ന് കുറച്ച് അടുത്തായുള്ള ഒരു ഡേ കെയറിലേക്ക് ഡായ് റിന്നിനെ മാറ്റുന്നു. കാരണം മുന്നേ തനിക്ക് വർക്കിംഗ് ഹവർ കൂടുതലായതുകൊണ്ട് കുറെ സമയം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റും എന്ന കാരണം കൊണ്ടാണ് ദൂരെയുള്ള കുറച്ച് അധികം നേരം കൊച്ചിനെ നോക്കാൻ തയ്യാറായിട്ടുള്ള ഡേ കെയറിൽ കൊണ്ടാക്കിയത്. ഇപ്പോൾ വർക്കിംഗ് ഹവർ ഡിപ്പാർട്ട്മെന്റ് മാറിയത് കൊണ്ട് കുറവായതുകൊണ്ട് അത്രയും ദൂരേക്ക് പോകണ്ട, കുറച്ച് അടുത്താണെങ്കിലും തനിക്ക് പിക്ക് ചെയ്യാൻ പറ്റുമെന്ന കോൺഫിഡൻസിലായിരുന്നു അവന്റെ ആ തീരുമാനം. അങ്ങനെ എന്തെങ്കിലും പുതിയ ഡിപ്പാർട്ട്മെന്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കി എടുക്കാനും അവിടുത്തെ ആളുകളുമായി ഒന്ന് മിങ്കിൾ ആകാനുമായി ഡൈക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. കണ്ടാല് ഭയങ്കര ടെറർ ആയിട്ടുള്ള ആളുകളായി തോന്നി അവരൊക്കെ മാടപ്രാവിന്റെ മനസ്സുള്ളവരായിരുന്നു എന്ന് അടുത്തിടപെടുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റും തന്റെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ആയി തന്നെ ഡായിക്ക് മാറുന്നുണ്ട്. കൂടാതെ ഓരോരുത്തരെയായി പരിചയപ്പെടുമ്പോൾ അവരും തന്നെ കണക്ക് തന്നെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാനായി സ്ട്രഗിൾ ചെയ്യുന്ന, മക്കളെ നന്നായി നോക്കാനായി കഷ്ടപ്പെടുന്ന സ്നേഹനിധികളായ അച്ഛന്മാരാണ് എന്നത് അവൻ അവരുമായി കണക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്റ്റായി മാറുന്നുണ്ട്. തന്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുട്ടിയല്ല റിൻ. അവൾ തന്റെ മുത്തശ്ശന്റെ മകളാണെങ്കിൽ പോലും ഇപ്പോ റിന്നിനെ സ്വന്തം അച്ഛൻ എന്ന ആ ഒരു സ്ഥാനത്ത് നിന്നാണ് ഡായ് നോക്കി വളർത്തുന്നത്. പതിവായി തന്റെ ബെഡ് ഇപ്പോ വെറ്റാവുന്നത് ഡായ് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഇനി ഇത് എങ്ങനെ താൻ ഉറക്കത്തിൽ കിടന്നു മുള്ളുന്നതാണോ എന്ന് ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിലും തുടർന്ന് അങ്ങോട്ട് പരിശോധിക്കുമ്പോഴാണ് അതിന് പിന്നിൽ റിൻ ആണെന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നത്. റിൻ രാത്രി കിടന്നു മുള്ളുന്നുണ്ട്, പക്ഷെ അവൾ ആ സമയത്ത് ഉണർന്ന ഉടനെ തന്റെ ഡ്രസ്സ് മാറ്റി അവൾ പിടിക്കപ്പെടാത്ത രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണെന്നും മനസ്സിലാക്കുന്നവൻ കൊച്ചുകുട്ടികള് ബെഡിൽ കിടന്നു മുള്ളുന്നതൊക്കെ സ്വാഭാവികമായ കാര്യമാണെന്നും അതിലൊന്നും പേടിക്കേണ്ട, ഒരു മടിയും വേണ്ട, നിന്നെ ഒന്നും ആരും പറയാൻ പോവില്ല എന്നെല്ലാം അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു. കൂടാതെ രാത്രി കിടക്കുന്നതിന് മുന്നേ ടോയ്ലറ്റിൽ പോകണമെന്നും രാത്രി ടോയ്ലറ്റിൽ പോകാനായി തോന്നിക്കഴിഞ്ഞാൽ മടിക്കാതെ പോകണമെന്നും അവൻ പറയുമ്പോൾ ഒറ്റയ്ക്ക് രാത്രി ബാത്റൂമിൽ പോകാനായി പേടിയുള്ള അവൾ ആ കാര്യം തുറന്നു പറയാതിരിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നവൻ നീ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോകില്ല എന്നെല്ലാം അവൾക്ക് ഉറപ്പ് നൽകുന്നു. അത് കേൾക്കുമ്പോൾ അവളുടെ ഒരു ചോദ്യമുണ്ട്. മുത്തശ്ശൻ മരിച്ച കണക്ക് തന്നെ ഡായും മരിക്കുമെന്ന് മുത്തശ്ശന്റെ തന്നെ ഫോട്ടോ സ്റ്റാറ്റ് ആയിരിക്കുന്ന ഡായിയെ കാണുമ്പോൾ റിൻ ചോദിക്കുന്ന ടീം താനും കൂടി ഈ ലോകത്ത് നിന്ന് ഇല്ലാണ്ടായ അവൾ തീർത്തും ഒറ്റപ്പെടും, അവളെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നവന് പെട്ടെന്ന് എന്തോ തന്റെ മരണത്തെ പറ്റി ആലോചിക്കുമ്പോൾ ലൈഫിൽ ആദ്യമായി വല്ലാത്തൊരു സങ്കടം ഫീൽ ആവുന്നു. ഇല്ല, ഞാൻ മരിക്കില്ല, ഞാൻ മോളെ ഇട്ടിട്ട് എവിടെ പോവാനാ എന്നെല്ലാം അവൻ കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകെ ഒരു ദിവസം പ്ലേ സ്കൂളിൽ നിന്ന് റിന്നിനെ പിക്ക് ചെയ്യാനായി പോകുന്ന ഡായി അവിടെ റിന്നിൻ പ്ലേ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട് ആയ കുക്കിയെ കാണുന്നു. റിൻ മുന്നേയും ഒരു പ്ലേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അവിടെ അവൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടും ആദ്യം ആരോടും കൂട്ടുകൂടാതെ മടിച്ചിരുന്ന അവൾ ഇപ്പോഴേ കുക്കിയുമായി നല്ല കമ്പനിയാണെന്ന് മനസ്സിലാക്കുന്ന അവൻ കുക്കിയോട് സംസാരിക്കാനായി നിൽക്കുമ്പോഴേക്കും അവിടേക്ക് കുക്കിയെ വിളിച്ചുകൊണ്ട് പോകാനായി അവന്റെ അമ്മ വരുന്നു. പുള്ളിക്കാരിയുടെ പേര് ഹിന എന്നാണ്. ഹിന അവിടെ വരുമ്പോഴേ ഡായിയെ മൈൻഡ് ആക്കാതെ തന്റെ മകനായ കുക്കിയുടെ ഫ്രണ്ടായ റിന്നിനോട് സംസാരിക്കാനായിട്ടായിരുന്നു ഹിനയ്ക്ക് താല്പര്യം. അങ്ങനെ ആ ഒരു സമയത്താണ് റിന്നിന് പനിക്കോൾ ഉണ്ടെന്ന കാര്യം ഹിന മനസ്സിലാക്കുന്നത്. അത് ഡായിയോട് പറയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി അവൻ ഒരുങ്ങുന്നു. താൻ പതിവായി ചെക്കപ്പ് ചെയ്യാനായി പോകാറുള്ള തന്റെ കുഞ്ഞിനെ എപ്പോഴും കാണിക്കുന്നത് ഈ ഡോക്ടറിന്റെ അടുത്തേക്ക് ഹിന അവരെ കൂട്ടി കൊണ്ടുപോകുന്നു. അങ്ങനെ പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കറക്റ്റ് സമയത്ത് മരുന്ന് കൊടുത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ടാകട്ടെ തന്റെ കുഞ്ഞിന് ഒരു വയ്യാഴികയുള്ള കാര്യം താൻ തിരിച്ചറിഞ്ഞില്ലല്ലോ, അത് വേറൊരാൾ പറഞ്ഞപ്പോഴാണല്ലോ താൻ ശ്രദ്ധിച്ചത് എന്ന ഭയങ്കര സങ്കടം, ഒരു ഉത്തരവാദിത്വ ഇല്ലായ്മയാണല്ലോ തനിക്കുള്ളത് എന്ന നിരാശ നല്ലവണ്ണം തന്നെ ഡായിക്ക് ഫീൽ ആയിട്ടുണ്ട്. അടുത്ത ദിവസമാകട്ടെ റിൻ സ്കൂളിലേക്ക് വന്നിട്ടില്ല. അവൾ കഴിഞ്ഞ ദിവസം പനി പിടിച്ചത് കൊണ്ട് ഇപ്പോഴും വയ്യാണ്ട് കിടക്കായിരിക്കും എന്ന് തോന്നുന്ന ഹിന കുക്കിയെ പ്ലേ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ടീം റിന്നെ കാണാനായി അവളുടെ താമസ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോ ഡായ് എന്ന ജോലിക്ക് പോകാതെ പനിയായിരിക്കുന്ന റിന്നിനെ നോക്കി വീട്ടിൽ തന്നെയുണ്ട്. ഡായ്ക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് വയ്യാത്തൊരു കുട്ടിയെ നോക്കേണ്ടതെന്ന കാര്യത്തിൽ പോലും വലിയൊരു ഐഡിയയും ഇല്ല. അത് മനസ്സിലാക്കുന്ന
ഹിനയാണ് കാര്യങ്ങളൊക്കെ അടുത്തിരുന്ന് ചെയ്തു കൊടുക്കുന്നത്. ഈ ഒരു സമയം തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഡായും ഹിനയോട് സംസാരിക്കുന്നു. അതായത് താൻ റിന്നിന്റെ ബയോളജിക്കൽ ഫാദർ അല്ല, അവൾ ഇതുപോലെ തന്റെ ഗ്രാൻഡ് ഫാദറിന്റെ മകളാണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ അവൻ പറയുമ്പോൾ അതൊക്കെ ഹിനയ്ക്ക് ഭയങ്കര അമ്പരപ്പായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബോണ്ടിങ് അത്ര അധികമാണെന്നും ഒരിക്കലും ഇവര് ശരിക്കുള്ള അച്ഛനും മകളും അല്ലാന്ന് തോന്നുകയില്ലെന്നും റിൻ ഭയങ്കര കാര്യമായിട്ടാണ് എപ്പോഴും തന്റെ മകനോട് ഡായെ പറ്റി പറയാറുള്ളത്. അങ്ങനെ അതുവഴി താൻ ഒരുപാട് ഡായെ പറ്റി കേട്ടിട്ടുണ്ടെന്നും ഹിന ഡായോട് പറയുമ്പോൾ തന്നെ റിൻ ഇത്രത്തോളം സ്നേഹിക്കുന്നത് ഡായെ ഭയങ്കര ഇമോഷണൽ ആക്കുന്നുണ്ട്. ഓൾറെഡി അവൾക്ക് തന്നെ വലിയ കാര്യമാണെന്ന് അറിയാമെങ്കിലും വേറൊരാളും കൂടി ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു സ്നേഹത്തിന്റെ ലെവൽ അവന് കൂടുതലായി മനസ്സിലാവുകയാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയും ഹിനയും ഡായും തമ്മിൽ നല്ല കമ്പനി ആവുന്നുണ്ട്. അവർ ഒന്നിച്ച് കുഞ്ഞുങ്ങളെ പിക്ക് ചെയ്യാനായി എത്തുകയും രണ്ടുപേരും കുട്ടികളുടെ കൂടെ ഹാപ്പി ഏറെ സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. കാര്യങ്ങൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഡായുടെ അങ്കിൾ ഫോൺ ചെയ്ത് മുത്തശ്ശന്റെ വീട്ടിലേക്ക് വരാനായി ആവശ്യപ്പെട്ടത്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ വീണ്ടും ഡായി അതേ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു സോഷ്യൽ വർക്കറിനെ അങ്കിൾ ഡായ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നിനക്ക് ഭാരമായിട്ടുള്ള ആ കൊച്ചിനെ നീ ഇവരെ ഏൽപ്പിച്ചേക്ക്, ഇവരാ കൊച്ചിനെ എന്തെങ്കിലും കൊണ്ടുപോയി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്കിൾ ഏതാണ്ട് വലിയ ഭാരം ഒഴിവാക്കുന്ന കണക്ക് റിന്നിനെ പറഞ്ഞു വിടുന്ന കാര്യത്തെ പറ്റി ഡായോട് സംസാരിക്കുമ്പോൾ ഡായ് അതിന് തീരെ താല്പര്യപ്പെടുന്നില്ല. ഇതേ സമയം ആ സോഷ്യൽ വർക്കർ ആകട്ടെ ഡായെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങളെ പോലെ ഒരു അവിവാഹിതൻ ഇതുപോലെ ഒരു കൊച്ചിനെ ഒറ്റയ്ക്ക് നോക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ ഐഡിയ? അത് എത്ര പാടുള്ള കാര്യമാണെന്ന് അറിയാമെന്നല്ല ചോദിക്കുന്ന സമയത്ത് അവൾ തന്റെ കൂടെയാണ് നിൽക്കുന്നത്, താനാണ് ആ കുട്ടിയെ നോക്കുന്നത്, ആ കുട്ടി തനിക്കൊരു ഭാരമാണോ അല്ലയോ എന്നത് തീരുമാനിക്കേണ്ടത് താനാണെന്നും അതിൽ ഇടപെടാൻ അഭിപ്രായം പറയാൻ മറ്റാർക്കും താൻ മറ്റുള്ളവരെ ഈ കാര്യത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം കാലം ഒരു അവകാശമില്ലെന്നും അവരുടെ വാ അടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടി ഡായ് അവർക്ക് നൽകുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഡായ്ക്ക് റിന്നിന്റെ അമ്മയെ പറ്റി ഒരു ക്ലൂ ലഭിക്കുന്നു. റിന്നിന്റെ അമ്മ തന്റെ മുത്തശ്ശന്റെ കൂടെ ഇടക്കാലത്ത് ജോലി ചെയ്ത പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കുന്ന ഡായ് ഇടയ്ക്ക് അവരെ കാണാനായി ശ്രമിച്ചെങ്കിലും ആദ്യം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരെ ഒടുക്കം നിർബന്ധിച്ച് ഡായ് ചെന്ന് കാണുന്നു. പക്ഷെ ആ സമയത്ത് സംസാരിക്കുമ്പോഴാണ് അവർക്ക് റിന്നിനോട് ഒട്ടും താല്പര്യമില്ലെന്നും റിന്നിന്റെ മകളായി പോലും കൺസിഡർ ചെയ്യുന്നില്ലെന്നും തന്റെ കോമിക് ഒക്കെ എഴുതുന്ന ആ ഒരു കരിയറുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഇപ്പൊ തന്റെ മുന്നിലുള്ള ലക്ഷ്യമെന്നും ആ പെൺകുട്ടി തുറന്ന് പറയുന്നത്. ആള് നല്ല ചെറുപ്പമാണ്. കൂടാതെ അവിടെ വെച്ച് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം അവൻ അറിഞ്ഞത് അവനും മറ്റുള്ള ബന്ധുക്കളും കരുതുന്ന കണക്ക് ഇത് മുത്തശ്ശന്റെ മകളല്ല. ഈ പെൺകുട്ടി അവളുടെ ബോയ് ഫ്രണ്ട് മൂലം ചതിക്കപ്പെട്ട സമയത്ത് മരിക്കുക അല്ലാതെ വേറെ വഴിയില്ലാതെ നിന്നവളെ വളരെ യാദൃശികമായി ഒരു ദേവദൂതൻ കണക്ക് കണ്ടുമുട്ടുന്ന മുത്തശ്ശനാണ് ഒരു ഹോപ്പ് നൽകി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ മുത്തശ്ശന്റെ സഹായത്തോടു കൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയം പ്രഗ്നന്റ് ആണെന്ന കാര്യം ആ പെൺകുട്ടി അറിയുന്നു. ബോയ് ഫ്രണ്ട് ചതിച്ചപ്പോ അവൻ തന്നെ തേച്ചു എന്നതല്ലാതെ താൻ പ്രഗ്നന്റ് ആണ് എന്നത് അവൾക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഈ ഒരു സമയത്ത് അവളുടെ കരിയർ സ്റ്റാർട്ട് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ കുഞ്ഞൊരു തടസ്സമായി മാറാതിരിക്കാനായി മുത്തശ്ശൻ തന്നെയാണ് ആ പെൺകുട്ടിയുടെ ഭാവി ഓർത്ത് എന്തായാലും താൻ ഇനി മരിക്കാറായല്ലോ, തനിക്കിനി എന്ത് പറ്റിയാലും തന്നെ പറ്റി ആരെന്ത് പറഞ്ഞാലും എന്താണ് പ്രശ്നം എന്ന രീതിയിൽ ആ കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുത്തത്. അങ്ങനെ എന്നെങ്കിലും ഈ കുഞ്ഞിനെ അന്വേഷിച്ച് കുഞ്ഞിന്റെ അമ്മ വന്നാലോ എന്നൊരു പേടിയിലാണ് സത്യം പറഞ്ഞ അമ്മയെ പറ്റി ഒരു ഗ്ലൂ കിട്ടിയപ്പോ ബാക്കി കാര്യങ്ങൾ ചെന്ന് കണ്ട് സംസാരിക്കാനായി ഡായ് തീരുമാനിച്ചത്. പക്ഷേ റിന്നിന്റെ അമ്മയ്ക്ക് അവളെ വേണ്ട, അവരുടെ ലൈഫുമായി മൂവ് ഓൺ ചെയ്തിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്ന അവൻ വളരെ സന്തോഷത്തിൽ കുഞ്ഞിനെ പൂർണ്ണമായും ഏറ്റെടുക്കാനായി ലീഗലായി കുഞ്ഞിന്റെ ഫാദറായി മാറുന്ന കാര്യങ്ങൾ ചെയ്യാനായി തീരുമാനിക്കുന്നു. പക്ഷേ അതിന്റെ കാര്യങ്ങൾ അവൻ ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഒരു ദിവസം സ്കൂളിൽ നിന്നൊരു കാര്യം അറിയുന്നത്. സ്കൂളിലെ ടീച്ചർ അച്ഛനെയും അമ്മയും പറ്റി വരയ്ക്കാനൊക്കെ കുട്ടികളെ ഒരു കുഞ്ഞ് ടാസ്ക് ഏൽപ്പിച്ചിരുന്ന സമയം ടീച്ചറിനെ കണ്ണുവെട്ടുന്ന ഗ്യാപ്പിന് റിന്നും കുക്കിയും മാത്രം അവരുടെ സീറ്റിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ തപ്പിയിട്ട് കാണാതെ പാനിക്കായ കാര്യം പേരൻസിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ജോലി സ്ഥലത്തുള്ള സമയത്താണ് ഡായ് ആ ഒരു കാര്യം അറിയുന്നത്. മുന്നേ ഡായ് ഒരു ഓഫീസ് എംപ്ലോയി ആണെങ്കിൽ ഇപ്പോൾ അവൻ ഡിപ്പാർട്ട്മെന്റ് മാറിയത് കൊണ്ട് തന്നെ ഒരു ഫാക്ടറി വർക്കർ ആയിട്ടാണല്ലോ മാറിയിരിക്കുന്നത്. അപ്പോൾ നല്ല തിരക്കാണെങ്കിലും പെട്ടെന്ന് ടെൻഷൻ നിറഞ്ഞ ഈ ഒരു കാര്യം തന്റെ കോളീഗ്സിനോട് ഷെയർ ചെയ്ത് അങ്ങനെ അവരുടെ സഹായത്തോടു കൂടി റിന്നിനെ അന്വേഷിക്കാനായി തുടങ്ങുന്നു. എത്ര തിരഞ്ഞിട്ടും കാണുന്നില്ല. ഹിനിയും കാര്യം പറഞ്ഞ് ആകെ ടെൻഷൻ ആവുന്നു. അപ്പോഴേക്കും കുക്കി റിന്നിനെയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നത് ഒരു സെമിത്തേരിയിലേക്കാണ്. കാരണം അവിടെയാണ് അവന്റെ അച്ഛന്റെ കല്ലറയുള്ളത്. അച്ഛനെയും അമ്മയും പറ്റി വരയ്ക്കാനായൊക്കെ ടീച്ചർ പറഞ്ഞപ്പോ അവന്റെ അച്ഛനെ അവൻ വല്ലാണ്ട് മിസ് ചെയ്തു. ആക്ച്വലി അച്ഛൻ മരിച്ച കാര്യം ഇതുവരെ കുക്കിയോട് ഓപ്പണായി ഹിന പറഞ്ഞിട്ടില്ല. അച്ഛൻ എവിടെയോ ജോലിക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ വിഷമിപ്പിക്കാതിരിക്കാനായി ഹിന ശ്രമിച്ചെങ്കിലും അവൾ പോലും അറിയാതെ കൂടെ നിന്ന സത്യങ്ങൾ കുക്കി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അച്ഛന്റെ കാര്യങ്ങൾ ഓർത്ത് അവൻ വളരെ ഇമോഷണലായി ഞാൻ നിനക്ക് എന്റെ അച്ഛനെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് ബെസ്റ്റ് ഫ്രണ്ട് ആയ റിന്നിനെ കൂട്ടി പുറപ്പെട്ടതാണ്. അങ്ങനെ എന്തെങ്കിലും അതിനുശേഷം രണ്ടുപേരും സേഫായി തിരിച്ചവരുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവരെ കാത്ത് കാണാതെ ടെൻഷനായി അന്വേഷിച്ചിരുന്ന ഹിനയ്ക്കും ഡായ്ക്കും സമാധാനമാകുന്നത്. ഡായും ഹിനയും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരാണ്. അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് നിന്ന് അവരുടെ കൂടെയുള്ള ഒരാളുടെ ബ്ലഡ് റിലേഷൻ ആയ കുഞ്ഞിനെയും മറ്റയാളുടെ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ പോലും അതിലും വലുതാണ് മനസ്സിലെ സ്നേഹം കൊണ്ടുള്ള ബന്ധം എന്ന നിലയ്ക്കുള്ള കുഞ്ഞിനെയും നോക്കി വളർത്താനായി കഷ്ടപ്പെട്ട് എങ്കിൽ അതിന്റെ പരിഭവം ഒന്നുമില്ലാതെ അവരാണ് തങ്ങളുടെ ലോകമെന്ന് കണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഡായിയെ പോലെ മനസ്സുള്ള ആളുകൾ നമുക്ക് ചുറ്റിനും ഉണ്ടായിരുന്നെങ്കിൽ റിന്നിനെ പോലെ
കഷ്ടപ്പാടിലേക്കും അനാഥയാകുക എന്ന ആ ഒരു അവസ്ഥയിലേക്കും പോകേണ്ടിയിരുന്ന എത്രയോ കുഞ്ഞുങ്ങള് ഹാപ്പിയായി നല്ലൊരു ഭാവി പ്രതീക്ഷിച്ച് മുന്നോട്ട് ജീവിച്ചേനെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.